അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൾ, കാരണം പ്രിൻസിപ്പളിൽ നിന്ന് ട്രാൻസ്ഫറായി, വൈസ് പ്രിൻസിപ്പൾ, സൂപ്പറുണ്ട്, അതുപോലെ തന്നെ ഓർത്തോവിൻ്റെയും സർജിക്കൽ വിഭാഗത്തിൻ്റെ HOD-മാർ ഇവരടങ്ങിയ കമ്മിറ്റിയോട് 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അങ്ങനെ പുഴുവരിച്ചുവെങ്കിൽ അതെങ്ങനെ ICUവിൽ വന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് അന്വേഷിച്ച് 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ നാളെ വൈകിട്ട് 7 മണിക്ക് അകം റിപ്പോർട്ട് തരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് നടപടി മറ്റന്നാൾ തന്നെ അതിനെ തുടർന്നുള്ള നടപടി ഉണ്ടാവും. അത് അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഇവരോട് മോശമായി പെരുമാറിയ സ്റ്റാഫിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കും. അക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷേ ഒരു വിഷയം ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അവർ റിട്ടേൺ ആയിട്ടോ ഓറലായിട്ടോ ആരോടും പരാതി പറഞ്ഞില്ല. രാത്രി 11 മണിക്കാണ് ഞാനൊരു ചാനൽ ഈ വാർത്ത കാണുന്നത്. അതിൽ പറയുന്ന ആ സിസ്റ്റത്തിനെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ വ്യക്തിയുടെ, ആ പേഷ്യൻറ്റിൻ്റെ മകളുടെ ഒരു വാർത്ത ഞാൻ കണ്ടത്. തൂപ്പുകാരി മുതൽ ഉള്ളവർ കൈക്കൂലി വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ അന്വേഷണത്തിൽ അവരതൊക്കെ പറയട്ടെ, ആരൊക്കെയാണ് അവരോട് കൈക്കൂലി ചോദിച്ചത്. പക്ഷെ അവിടുത്തെ തൂപ്പ് ജോലിക്കാരെയൊക്കെ വിവാദത്തിലേക്ക് ദയവായിട്ട് വലിച്ചഴക്കരുത്. നന്നായി ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഇപ്പോൾ അവിടെയുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് അവർ അവിടെ നിന്ന് നീക്കം ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയുള്ളവരെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴക്കുന്നറിയില്ല. ഏതായാലും ഈ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പരാതിക്കാർക്ക് പറയാം. മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഇതുപോലത്തെ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ. അതൊന്ന് മാറ്റി എഴുതാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇത് ചികിത്സാ പിഴവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഒരു ദാക്ഷിണ്യ കാര്യത്തിൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചാനലിൽ മാത്രമാണ് ഇത് കണ്ടത് രാത്രി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഡർ ഇട്ടത്. ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും സൂപ്പറണ്ടിനെയും വൈസ് പ്രിൻസിപ്പാളിനെയും ചുമതലപ്പെടുത്തിയത്. പക്ഷേ ഈ തൂപ്പുകാരികളൊക്കെ പാവങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടിയിരുന്നില്ല. തകരാറുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ ശക്തമായിട്ടുള്ള നടപടി സർക്കാർ എടുക്കും. അതുപോലെ തന്നെ ഒരു രോഗി കട്ടിൽ നിന്ന് വീണ് മരിച്ചതായിട്ടും ഒരു ചാനലിൽ വാർത്ത കണ്ടു. അപ്പോൾ അതിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള നയം, ആ അദ്ദേഹത്തിന് വിൽസൺസ് എന്ന രോഗമാണ്, ഒരു പ്രത്യേകതരം രോഗമാണ്. രാത്രി ഞെട്ടി ഉണർന്ന് ഉള്ളൊരു പ്രത്യേകതരം രോഗമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെയും ലിവറിനെയും കരളിനെയും ഒക്കെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ മരിച്ചത്, കട്ടിൽ നിന്ന് വീണിട്ടാണോ എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബ്രെയിനിന് ഡാമേജ് വന്നാൽ അതിൻ്റെ അർത്ഥം കട്ടിൽ നിന്ന് വീണെന്നാണ്. അതിൻ്റെ നടപടി സ്വീകരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ അന്വേഷിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ മുമ്പ് സൂചി കയറിയ സംഭവമുണ്ട് പത്തനംതിട്ട. അതിനെയും അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡുമാരെ ഇത് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് ഞങ്ങൾ തള്ളി, രണ്ടാമത് വെച്ച ഇതാണ്. അതിനെ തുടർന്ന് എന്തായാലും നടപടി ഉണ്ടാവും. ഒരു കാര്യം കൂടി, ഈ ICUവിൽ ഈച്ചകയർ എന്ന് പറയുന്നത് അത് ഈ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മാത്രം കുഴപ്പമായിരിക്കില്ല. അത് തലപ്പത്തിരിക്കുന്ന സൂപ്രണ്ട് അടക്കമുള്ളവർക്ക് അത് കൃത്യമായി മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല എന്നുള്ള ചോദ്യം കൂടി അതിനെ കൂടി ഇപ്പോൾ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, മെയിൻ്റനൻസ് അവിടെ പ്രോപ്പറായിട്ടൊക്കെ എല്ലായിടത്തും മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുഴുവരിച്ചതെന്നാണ് ഇപ്പോൾ ചോദ്യം. അതുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നടപടി സ്വീകരിക്കുമല്ലോ. അതിപ്പോൾ സൂപ്രണ്ടാണെങ്കിലും നടപടി ഉണ്ടാവും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഒരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രിയുടെ ഗവർണർമാർ, പഴയ മുഖ്യമന്ത്രി ഗവർണർമാർ, കേസ് നേതാക്കളെ മറ്റു സംഭവത്തിൽ ഇപ്പോൾ ആ പോലീസ് പറയുന്നത് ഈ പ്രതികളായ പോലീസുകാർ ഒളിവിലാണെന്നാണ്. അപ്പോൾ ഇവർക്കെതിരെ നരഹത്യ ശ്രമം ചുമത്തി മൂന്നാല് ദിവസം മുമ്പ് കോടതി റിപ്പോർട്ട് കൊടുത്താണ്. അപ്പോൾ ആ സമയത്തൊന്നും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവാതെ ഇപ്പോൾ അവർ ഒളിവിലാണ് എന്ന് പറയുന്നത് ന്യായീകരണം ഒളിവിൽ പോയാലും പിടിക്കും. കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇപ്പോഴും സമരത്തിലാണ്. അവരുടെ ഹോസ്റ്റലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അവരുടെ ഹോസ്റ്റലിൻ്റെ കാര്യത്തിൽ അവിടെ പുതിയ ഒരു കെട്ടിടം അവിടുത്തെ MBBS സ്റ്റുഡൻസിന് വേണ്ടി പണിയുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ പണിയേണ്ട സമയം കഴിഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പണി ഏറ്റെടുത്തിട്ടുള്ളത്. മിനിഞ്ഞാന്ന് അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അത് കൈമാറിയില്ലെങ്കിൽ ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പണി അവർ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പോൾ MBBS സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലുണ്ടല്ലോ, ആ ഹോസ്റ്റലിൽ നിന്ന് പുതിയ ഹോസ്റ്റലിലേക്ക് അവരെ മാറ്റിക്കഴിഞ്ഞാൽ ഇവർ മുമ്പ് താമസിച്ച ഹോസ്റ്റലിൽ ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളെ അവിടെ താമസിപ്പിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.